ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ 20/5/2024 നടത്തിയ കൂലി വർക്കർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് വരുന്നത് 61/2024. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഓപ്ഷൻ എ റെഗുലേറ്റിംഗ് ആക്ട്, ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട്, ഓപ്ഷൻ സി പിറ്റ്സ് ഇന്ത്യ ആക്ട്, ഓപ്ഷൻ ഡി ചാർട്ടർ ആക്ട്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട് ആണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമമാണ് റൗലറ്റ് ആക്ട്. ഇനി ബ്രിട്ടീഷ് ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടത് ഏതാണെന്ന് വെച്ചാൽ അത് റൗലറ്റ് നിയമമാണ്. ഭരണാധികാരികൾ ഇന്ത്യൻ ജനതയുടെ പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ നടപ്പിലാക്കിയ കരിനിയമങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് റൗലറ്റ് നിയമം. റൗലറ്റ് നിയമം നിലവിൽ വന്ന വർഷം 1919 റൗലറ്റ് നിയമം നിലവിൽ വന്ന വർഷം 1919 ഇനി റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതിയിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഒന്നുകൂടെ പറയാം, ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, വിചാരണ കൂടാതെ അനിശ്ചിതകാലം തടവിലിടാം, പ്രത്യേക കോടതിയിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ നിഷേധിക്കാം. ഇതൊക്കെയായിരുന്നു റൗലറ്റ് നിയമം ബ്രിട്ടീഷ് സർക്കാരിന് നൽകിയ അധികാരങ്ങൾ. ഇനി റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസമാണ് 1919 ഏപ്രിൽ 6. റൗലറ്റ് നിയമത്തിൽ പ്രതിഷേധിച്ച് രാജ്യം മുഴുവൻ കരിദിനം ആചരിക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ദിവസമാണ് 1919 ഏപ്രിൽ 6. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് ആരുടെ വാക്കുകളാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ്. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറ പാകിയെങ്കിൽ ജാലിയൻ വാലാബാഗ് അടിത്തറ ഇളക്കി. ഇത് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം എന്നാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന തീയതി വെച്ചാൽ 1919 ഏപ്രിൽ 13. ഇനി ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ പഞ്ചാബ് ആണ്. ജാലിയൻ വാലാബാഗ് സ്ഥിതി ചെയ്യുന്നത് അമൃത്സർ പഞ്ചാബ് ആണ്. ഇനി റൗലറ്റ് നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായ ദാരുണ സംഭവമായിരുന്നു ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് മടക്കി കൊടുത്ത പദവി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൈസർ എ ഹിന്ദ് പദവിയാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പ്രതിഷേധിച്ച് ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെന്റിന് മടക്കി കൊടുത്ത പദവി ഏതാണെന്ന് ചോദിച്ചാൽ അത് കൈസർ ഇ ഹിന്ദ് ആണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനമാണ് കേട്ടോ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആത്യന്തിക ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഇനി 1929 INCയുടെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ് കേട്ടോ. 1929 INCയുടെ ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച INC സമ്മേളനമായിരുന്നു ലാഹോർ സമ്മേളനം. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലാഹോർ ആണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലാഹോർ സമ്മേളനം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നാലാമത്തെ ക്വസ്റ്റ്യൻ, ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി കഴ്സൺ പ്രഭു ആണ്. ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി ആണ് കഴ്സൺ പ്രഭു. ഈ ബംഗാൾ വിഭജനം നടന്ന വർഷം ചോദിച്ചാൽ അത് 1905 കേട്ടോ. 1905 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ആണ്. ഇനി ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 1905 ജൂലൈ 20 ബംഗാൾ വിഭജനം പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1905 ജൂലൈ 20
ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആരാണെന്ന് ചോദിച്ചാൽ അത് കഴ്സൺ പ്രഭു ആണ്. ഇനി ബംഗാൾ വിഭജനം നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 1905 ഒക്ടോബർ 16-നാണ്. ഇനി ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാണെന്ന് വെച്ചാൽ അത് മിന്റോ സെക്കൻഡ് ആണ് കേട്ടോ. ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി ആരാണെന്ന് വെച്ചാൽ അത് മിന്റോ സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണെന്ന് വെച്ചാൽ അത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണെന്ന് വെച്ചാൽ അത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. ഇനി 5-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി സരോജിനി നായിഡു ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. ഇനി INC പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? INC പ്രസിഡന്റായ ആദ്യ വനിത ആരാണെന്ന് വെച്ചാൽ അത് ആനി ബസന്റ് ആണ് കേട്ടോ. ആനി ബസന്റ് ആണ്. ഇനി ഏറ്റവും കൂടിയ പ്രായത്തിൽ INC പ്രസിഡന്റായ വനിത ആരാണെന്ന് ചോദിച്ചാലും അത് ആനി ബസന്റ് ആണ് കേട്ടോ. ഏറ്റവും കൂടിയ പ്രായത്തിൽ INC പ്രസിഡന്റായ വനിതയാണ് ആനി ബസന്റ്. ഇനി INC പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യൻ വനിത സരോജിനി നായിഡു ആണ്. 1925 കാൺപൂർ സമ്മേളനത്തിലായിരുന്നു കേട്ടോ. 1925 കാൺപൂർ സമ്മേളനത്തിലായിരുന്നു പങ്കെടുത്തത്. ഇനി INC പ്രസിഡന്റായ മൂന്നാമത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് നെല്ലിസൺ ഗുപ്തയാണ് കേട്ടോ. INC പ്രസിഡന്റായ മൂന്നാമത്തെ വനിത ആരാണെന്ന് ചോദിച്ചാല് നെല്ലിസൺ ഗുപ്തയാണ്. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം INC പ്രസിഡന്റായ ആദ്യ വനിത ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം INC പ്രസിഡന്റായ ആദ്യ വനിത ആരാണെന്ന് വെച്ചാൽ അത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി. എന്നാല് ഏറ്റവും കൂടുതൽ കാലം കോൺഗ്രസ് പ്രസിഡന്റായ വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് സോണിയാഗാന്ധിയാണ്. ഇനി 6-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 താഴെ പറയുന്നവയിൽ ഏത് അവകാശമാണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം, ഓപ്ഷൻ ബി ചൂഷണത്തിനെതിരായുള്ള അവകാശം, ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് കേട്ടോ. അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 19 പറയുന്നത് എന്താണ്? അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ഇനി അനുച്ഛേദം 19(1)(a) പറയുന്നത് എന്താണ്? അനുച്ഛേദം 19(1)(a) പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഇനി അനുച്ഛേദം 19(1)(b) പറയുന്നത് എന്താണ്? ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യമാണ്. ആയുധങ്ങളില്ലാതെ സമാധാനപരമായി ഒത്തുചേരാനുള്ള സ്വാതന്ത്ര്യം. ഇനി 19(1)(c) പറയുന്നത് എന്താണ്? സംഘടനകളും പ്രസ്ഥാനങ്ങളും രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19(1)(d) പറയുന്നത് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. 19(1) പറയുന്നത് ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇനി 19(1)(e) പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. 19(1)(g) പറയുന്നത് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്ന സ്വാതന്ത്ര്യം. ഇനി 7-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 44-ാം ഭേദഗതിയാണ് കേട്ടോ. സ്വത്തവകാശം മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? അത് 44-ാം ഭേദഗതിയിലൂടെയാണ്. ഇനി 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 1979-ലാണ് കേട്ടോ. 44-ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് 1979-ലാണ്. ഇനി 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് മൊറാർജി ദേശായിയും രാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അത് നീലം സഞ്ജീവ റെഡ്ഡിയാണ് കേട്ടോ. നീലം സഞ്ജീവ റെഡ്ഡിയാണ്. ഇനി 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണ്? 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 300A ആണ് കേട്ടോ. 300A-യും ഇനി സ്വത്തവകാശത്തെ പറ്റി ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ ആർട്ടിക്കിൾ 31 ആണ് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 8-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ അമേരിക്കയാണ് കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എന്ന ആശയം സ്വീകരിച്ചത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയുടെയാണ്. ഇനി ഏക പൗരത്വം എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? ഏക പൗരത്വം അത് ബ്രിട്ടൻ ആണ്. ജുഡീഷ്യൽ റിവ്യൂ എന്ന ആശയം കടമെടുത്തത് എവിടെ നിന്നാണ്? ജുഡീഷ്യൽ റിവ്യൂ അത് അമേരിക്കയുടെയാണ് കേട്ടോ. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ എവിടെ നിന്നും കടം കൊണ്ടിരിക്കുന്നു? മാർഗനിർദ്ദേശക തത്വങ്ങൾ അത് അയർലൻഡിന്റെ ആണ്. ഇനി മൗലിക കടമകൾ ഏത് രാജ്യത്തിൽ നിന്ന് കടമെടുത്തതാണ്? അത് റഷ്യയുടെയാണ് കേട്ടോ. ഇനി യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കടം കൊണ്ടിരിക്കുന്നത് കാനഡയിൽ നിന്നാണ് കേട്ടോ. ഇനി 9-ാമത്തെ ക്വസ്റ്റ്യൻ,
മൗലിക കടമകളെ ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി സ്വരൺ സിംഗ് കമ്മിറ്റിയാണ് കേട്ടോ. മൗലിക കടമകളെ കുറിച്ച് ശുപാർശകൾ നൽകുന്നതിനായി 1976 കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച കമ്മിറ്റിയാണ് സ്വരൺ സിംഗ് കമ്മിറ്റി. ഇനി മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ വർഷം എന്നാണ്? മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന വർഷം ചോദിച്ചാൽ അത് 1976 കേട്ടോ. 1976 മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? മൗലിക കടമകൾ പ്രാബല്യത്തിൽ വന്നത് എന്നാണെന്ന് ചോദിച്ചാൽ അത് 1977 ജനുവരി 3-നാണ് കേട്ടോ. 1977 ജനുവരി 3-നാണ്. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 51A ആണ് കേട്ടോ. മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 51A. ഇനി മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്ന ഭാഗം ചോദിച്ചാൽ എത്രയാണ്? ഭാഗം അത് 4A ആണ് കേട്ടോ. 4A. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി രാഷ്ട്രപതിയാണ് കേട്ടോ. ഇന്ത്യൻ പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? അത് രാഷ്ട്രപതിയാണ്. ഇനി സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണ്? സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ വെച്ചാൽ എത്രയാണ്? അത് 108 ആണ് കേട്ടോ. സംയുക്ത സമ്മേളനത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്ന് വെച്ചാൽ അത് 108 ആണ്. ഇനി സംയുക്ത സമ്മേളനം എന്ന ആശയം കടം കൊണ്ടത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ് കേട്ടോ. ഇനി പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയും, എന്നാൽ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ലോക്സഭാ സ്പീക്കർ ആണ്. ഇനി ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? ലോക്സഭ സ്പീക്കറുടെ അഭാവത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണെന്ന് വെച്ചാൽ അത് ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും കേട്ടോ. ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആയിരിക്കും. ഇനി സംയുക്ത സമ്മേളനത്തിന് ഏത് സഭയുടെ റൂളുകളും നടപടിക്രമങ്ങളുമാണ് പാലിക്കുന്നത്? അത് ലോക്സഭയുടെയാണ് കേട്ടോ. സംയുക്ത സമ്മേളനത്തില് ഏത് സഭയുടെ റൂളുകളും നടപടിക്രമങ്ങളുമാണ് പാലിക്കുന്നത്? അത് ലോക്സഭയുടെയാണ്. ഇനി സംയുക്ത സമ്മേളനത്തിന്റെ കോറം എത്രയാണ്? അത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും ആകെ അംഗങ്ങളുടെ 1/10 ആണ് കേട്ടോ. സംയുക്ത സമ്മേളനങ്ങളുടെ കോറം എത്രയാണെന്ന് ചോദിച്ചാല് അത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും ആകെ അംഗങ്ങളുടെ 1/10 ആണ് കേട്ടോ. പാർലമെന്റിന്റെ ചരിത്രത്തിൽ എത്ര തവണയാണ് സംയുക്ത സമ്മേളനങ്ങൾ വിളിച്ചു ചേർക്കപ്പെട്ടത്? ഇതുവരെ എത്ര സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്? അത് 3 തവണയാണ് കേട്ടോ. 3 തവണയാണ്. ഇനി സംയുക്ത സമ്മേളനം ആദ്യമായി വിളിച്ചു ചേർക്കപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 1961 കേട്ടോ. സംയുക്ത സമ്മേളനം ആദ്യമായി വിളിച്ചു ചേർക്കപ്പെട്ടത് 1961 മെയ് 6 സ്ത്രീധന നിരോധന ബിൽ പ്രകാരമാണ് കേട്ടോ. സ്ത്രീധന നിരോധന ബില്ല്. ഇനി രണ്ടാമതായി വിളിച്ചു ചേർക്കപ്പെട്ടത് 1978 മെയ് 16 ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലാണ് കേട്ടോ. 1978 മെയ് 16 ബാങ്കിംഗ് സർവീസ് കമ്മീഷൻ റിപ്പീൽ ബില്ലാണ്. ഇനി സംയുക്ത സമ്മേളനം മൂന്നാമതും അവസാനവുമായി വിളിച്ചു ചേർക്കപ്പെട്ടത് 2002 മാർച്ച് 26 ഭീകര വിരുദ്ധ നിയമം അഥവാ 2002 മാർച്ച് 26 ഭീകരവാദ വിരുദ്ധ നിയമം അഥവാ കോട്ട പ്രിവെൻഷൻ ഓഫ് ടെററിസം ബില്ല്. ഇത്രയായിരുന്നു സംയുക്ത സമ്മേളനങ്ങൾ കേട്ടോ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 11ാമത്തെ ക്വസ്റ്റ്യൻ. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ എ തൃശ്ശൂരാണ് കേട്ടോ. 1947 ഐക്യ കേരള കൺവെൻഷൻ നടന്നത് എവിടെയാണ്? അത് തൃശ്ശൂരാണ്. ഇനി 1947 ഐക്യ കേരള കൺവെൻഷൻ അധ്യക്ഷൻ ആരായിരുന്നു? അത് കെ കേളപ്പനായിരുന്നു കേട്ടോ. കെ കേളപ്പനായിരുന്നു. ഐക്യ കേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ്? ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണെന്ന് വെച്ചാൽ അത് NV കൃഷ്ണവാര്യരാണ് കേട്ടോ. NV കൃഷ്ണവാര്യരാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. അത് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി വൈകുണ്ഠ സ്വാമികളാണ്. ഇനി അരേ സമാജം സ്ഥാപിച്ചവരാണ്? അരേ സമാജം സ്ഥാപിച്ചവരാണ് പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇനി ഈഴവ സമാജം സ്ഥാപിച്ചവരാണ്? ഈഴവ സമാജം അത് TK മാധവനാണ്. ഇനി ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപകൻ ആരാണ്? ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ അത് ഡോക്ടർ പൽപ്പു ആണ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആറ്റിങ്ങൽ കലാപമാണ്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം 1721. ആറ്റിങ്ങൽ കലാപ സമയത്ത് വേണാട് രാജാവ് ആരായിരുന്നു? ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് രാജാവ് ആരാണെന്ന് ചോദിച്ചാല്
അത് ആദിത്യവർമ്മയായിരുന്നു. ഇനി ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? അത് വേണാട് ഉടമ്പടിയാണ് കേട്ടോ. വേണാട് ഉടമ്പടിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 14ാമത്തെ ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവായ കേരള മുഖ്യമന്ത്രി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാണ് EMS നമ്പൂതിരിപ്പാട്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? അതും EMS നമ്പൂതിരിപ്പാടാണ് കേട്ടോ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ, 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഗൗരി പാർവതി ഭായ് ആണ് കേട്ടോ. 1817 തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണെന്ന് വെച്ചാൽ അത് ഗൗരി പാർവതി ഭായ് ആണ്. വിദ്യാഭ്യാസം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രഖ്യാപിച്ച ഭരണാധികാരിയായിരുന്നു ആരാ? റാണി ഗൗരി പാർവതി ഭായ് കേട്ടോ. ഇനി ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരാണെന്ന് വെച്ചാൽ അതാരാ? ആധുനിക തിരുവിതാംകൂറിലെ ആദ്യ വനിതാ അധികാരി ആരാണെന്ന് വെച്ചാൽ അത് ഗൗരി ലക്ഷ്മി ഭായ് ആണ് കേട്ടോ. ഗൗരി ലക്ഷ്മി ഭായ് ആണ്. ഇനി തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരാണ്? തിരുവിതാംകൂറില് അടിമക്കച്ചവടം നിരോധിച്ച ഭരണാധികാരി ആരാണെന്ന് വെച്ചാൽ അത് ഗൗരി ലക്ഷ്മി ഭായ് ആണ്. തിരുവിതാംകൂറില് വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണെന്ന് വെച്ചാൽ അത് ഗൗരി ലക്ഷ്മി ഭായ് ആണ് കേട്ടോ. തിരുവിതാംകൂറില് വാക്സിനേഷനും അലോപ്പതി ചികിത്സാ രീതിയും നടപ്പിലാക്കിയ ഭരണാധികാരി ആയിരുന്നു ഗൗരി ലക്ഷ്മി ഭായ്. ഇനി 16ാമത്തെ ക്വസ്റ്റ്യൻ, G20യുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ G20യിൽ ഉൾപ്പെട്ട രാജ്യമാണ് ബ്രസീൽ. ഓപ്ഷൻ ബി G20ക്ക് സ്ഥിരമായ ആസ്ഥാനമില്ല. ഓപ്ഷൻ സി 1998 G20 രൂപീകരിക്കപ്പെട്ടത്. ഓപ്ഷൻ ഡി എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഇപ്പൊ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. അപ്പം G20യിൽ ഉൾപ്പെട്ട ഒരു രാജ്യമാണ് ബ്രസീല്. G20ക്ക് സ്ഥിരമായിട്ടുള്ള ഒരു ആസ്ഥാനമില്ല. എല്ലാ വർഷവും G20 ഉച്ചകോടി നടത്താറുണ്ട്. ഇനി G20 നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 1999 കേട്ടോ. ഇനി 2025 G20 ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2025 G20 ഉച്ചകോടിയുടെ വേദി വെച്ചാൽ അത് ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. ജോഹന്നാസ്ബർഗ് സൗത്ത് ആഫ്രിക്ക. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കണ്ണൂരാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല ചോദിച്ചാല് അത് കണ്ണൂരാണ് കേട്ടോ. കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് അത് ചേർത്തല താലൂക്കാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ചോദിച്ചാൽ അത് ചേർത്തലയാണ് കേട്ടോ. ആലപ്പുഴ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഭാഷയുടെ അടിസ്ഥാനത്തില് സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ ഉൾപ്പെടാത്ത വ്യക്തി ആര്? ഓപ്ഷൻ എ ഫസൽ അലി, ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു, ഓപ്ഷൻ സി KM പണിക്കർ, ഓപ്ഷൻ ഡി HN കുൻസ്രു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി പോറ്റി ശ്രീരാമലു ആണ് കേട്ടോ. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഇനി ഇതിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ അത് ഫസൽ അലി ആണ് കേട്ടോ. ഫസൽ അലി. ഇനി പോറ്റി ശ്രീരാമലു ആരാണ്? അത് ആന്ധ്ര സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിനായി അനുഷ്ഠിച്ച് ജീവത്യാഗം ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് പോറ്റി ശ്രീരാമലു ആണ് കേട്ടോ. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ചേരിചേരാ നയം, രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് സമാധാനപരമായ സഹവർത്തിത്വം, മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം, നാലാമത് പറഞ്ഞിരിക്കുന്നത് സ്വാശ്രയത്വം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ആണ് കേട്ടോ. അപ്പം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതൊക്കെയാണ്? അത് ചേരിചേരാ നയം, സമാധാനപരമായ സഹവർത്തിത്വം, ഐക്യരാഷ്ട്ര സഭയിലുള്ള വിശ്വാസം. ചേരിചേരാ നയം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് VK കൃഷ്ണമേനോനാണ് കേട്ടോ. VK കൃഷ്ണമേനോനാണ്. ഇനി ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് ജവഹർലാൽ നെഹ്റു ആണ്. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ ജർമ്മനി,
ഇറ്റലി, ജപ്പാൻ. ഓപ്ഷൻ ബി ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി. ഓപ്ഷൻ സി ജർമ്മനി, ഇറ്റലി, തുർക്കി. ഓപ്ഷൻ ഡി ജർമ്മനി, തുർക്കി, ഓസ്ട്രിയ, ഹംഗറി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ ആണ് കേട്ടോ. രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച സൈനിക സഖ്യമായ അച്ചുതണ്ട് ശക്തികളിൽ ഉൾപ്പെട്ട രാജ്യങ്ങളാണ് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവ് ചോദിച്ചാൽ അതാ 1939 മുതൽ 1945 വരെയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലയളവാണ് 1939 മുതൽ 1945 വരെ. ഇനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റുമുട്ടിയ സൈനിക സഖ്യങ്ങളാണ് അച്ചുതണ്ട് സഖ്യവും സഖ്യശക്തികളും. അച്ചുതണ്ട് സഖ്യം എന്നറിയപ്പെടുന്നത് ജർമ്മനി, ഇറ്റലി, ജപ്പാൻ. ഇനി സഖ്യശക്തികൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈനയാണ്. സഖ്യശക്തികൾ എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന. ഇനി 21ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് രാജ്യത്ത് നടപ്പിലാക്കിയ ദേശീയ ആസൂത്രണത്തിന്റെ മാതൃകയാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ സോവിയറ്റ് യൂണിയൻ ആണ് കേട്ടോ. സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലാണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ സ്വീകരിച്ചിരിക്കുന്നത്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ, മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് APJ അബ്ദുൽ കലാം ആണ് കേട്ടോ. ഓപ്ഷൻ ബി APJ അബ്ദുൽ കലാം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ, കാലുകൾ കൊണ്ട് വാഹനം ഓടിക്കുന്നതിന് ലൈസൻസ് ലഭിച്ച ഏഷ്യയിലെ ആദ്യത്തെ വനിത? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ജിലിമോൾ മാരിയറ്റ് തോമസ് ആണ് കേട്ടോ. ജിലിമോൾ മാരിയറ്റ് തോമസ് ആണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ, 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഓസ്ട്രേലിയ, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി പാകിസ്ഥാൻ, ഓപ്ഷൻ ഡി അഫ്ഗാനിസ്ഥാൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ശ്രീലങ്കയാണ് കേട്ടോ. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പരാജയപ്പെടുത്തിയത് ഏത് രാജ്യത്തെ ടീമിനെയാണ്? അത് ശ്രീലങ്കയാണ്. 2025 ഏഷ്യ കപ്പ് ജേതാക്കൾ ആരാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. ഫൈനലില് പാകിസ്ഥാനെ 5 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ തവണ ഏഷ്യ കപ്പ് നേടിയ രാജ്യം ചോദിച്ചാൽ ഏതാണ്? അത് ഇന്ത്യയാണ് കേട്ടോ. ഇനി ഏഷ്യ കപ്പിൻ ടൂർണമെന്റിന് വേദിയായ രാജ്യം ചോദിച്ചാൽ അത് UAE ആണ് കേട്ടോ. ടൂർണമെന്റിന് വേദിയായ രാജ്യം ചോദിച്ചാൽ അത് UAE ആണ്. 9ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് നേടുന്നത് കേട്ടോ. 9ാം തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് നേടുന്നത്. ഫൈനലിൽ പാകിസ്ഥാനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം നേടുന്നത് കേട്ടോ. ഫൈനലിൽ താരം ആരാണെന്ന് ചോദിച്ചാൽ അത് തിലക് വർമ്മയാണ്. ഫൈനലിൽ താരം ആരാണെന്ന് വെച്ചാൽ അത് തിലക് വർമ്മയും. ഇനി മാൻ ഓഫ് ദ ടൂർണമെന്റ് എന്നറിയപ്പെടുന്നത് അഭിഷേക് ശർമ്മയാണ് കേട്ടോ. മാൻ ഓഫ് ദ ടൂർണമെന്റ് എന്നറിയപ്പെടുന്നത് അഭിഷേക് ശർമ്മയും. ഇനി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് ആരാണെന്ന് വെച്ചാൽ അത് അഭിഷേക് ശർമ്മയാണ് കേട്ടോ. 314 റൺസ്. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതാണ് അഭിഷേക് ശർമ്മ. ഇനി ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണെന്ന് വെച്ചാൽ അത് കുൽദീപ് യാദവ് ആണ് കേട്ടോ. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണെന്ന് വെച്ചാൽ അത് കുൽദീപ് യാദവ് ആണ്. അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ, വലിപ്പത്തിൽ ലോക രാജ്യങ്ങളിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? അത് 7ാം സ്ഥാനമാണ് കേട്ടോ. 7ാം സ്ഥാനമാണ്. ഇനി വലിപ്പത്തിൽ ആദ്യത്തെ 6 സ്ഥാനങ്ങളിലുള്ള രാജ്യങ്ങളാണ് റഷ്യ, കാനഡ, ചൈന, അമേരിക്ക, ബ്രസീൽ, ഓസ്ട്രേലിയ. 26ാമത്തെ ക്വസ്റ്റ്യൻ, കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേര്? ഓപ്ഷൻ ഡി സജി ചെറിയാനാണ് കേട്ടോ. കേരള മത്സ്യബന്ധന വകുപ്പ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ പേരാണ് ഓപ്ഷൻ ഡി സജി ചെറിയാനാണ് കേട്ടോ. ഇനി ദേവസ്വം, തുറമുഖം, സഹകരണ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ദേവസ്വം, തുറമുഖം, സഹകരണ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് VN വാസവനാണ്. VN വാസവനാണ്. ഇനി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ആരാണെന്ന് വെച്ചാൽ അതാരാണ്? തദ്ദേശ സ്വയംഭരണം അത് MB രാജേഷ് ആണ് കേട്ടോ. MB രാജേഷ് ആണ്. ഇനി ഗതാഗത വകുപ്പ് മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് KB ഗണേഷ് കുമാർ ആണ് കേട്ടോ. KB ഗണേഷ് കുമാർ ആണ്. ഇനി രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണെന്ന് വെച്ചാൽ അത് രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് കേട്ടോ. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? അത് OR കേളു ആണ് കേട്ടോ. OR കേളു. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ 2 ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതത്തിന്റെ പേര്? ഓപ്ഷൻ എ ആറളം വന്യജീവി സങ്കേതം, ഓപ്ഷൻ ബി ചിന്നാർ വന്യജീവി സങ്കേതം, ഓപ്ഷൻ സി
മുത്തങ്ങ വന്യജീവി സങ്കേതം. ഓപ്ഷൻ ഡി പേപ്പാറ വന്യജീവി സങ്കേതം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേട്ടോ. കർണാടകയും തമിഴ്നാടുമായി ചേരുന്ന വയനാടിന്റെ അതിർത്തിയിൽ രണ്ട് ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ. അപ്പം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ അത് മുത്തങ്ങ വന്യജീവി സങ്കേതമാണ്. അടുത്ത ക്വസ്റ്റ്യൻ 28ാമത്തെ ക്വസ്റ്റ്യൻ. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യം ഏത്? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ശ്രീലങ്ക, ഓപ്ഷൻ സി ജപ്പാൻ, ഓപ്ഷൻ ഡി ഇന്ത്യ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ചൈനയാണ് കേട്ടോ. 19ാമത് ഏഷ്യൻ ഗെയിംസ് നടന്ന രാജ്യമാണ് ചൈന. വേദി എവിടെയായിരുന്നു? ഹാങ്ചോ ചൈന. ഹാങ്ചോ ചൈന. ഇനി ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് കിട്ടിയത്? ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം ചോദിച്ചാൽ അത് 107 ആണ് കേട്ടോ. ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം ചോദിച്ചാൽ അത് 107 ആണ്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. സ്റ്റേറ്റ്മെന്റിനകത്തൊക്കെ ചോദിക്കും കേട്ടോ എത്ര കിട്ടിയത്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഒന്നാം സ്ഥാനം നേടിയത് ഏതാണ്? ഒന്നാം സ്ഥാനം നേടിയത് ചൈനയാണ് കേട്ടോ. ചൈനയാണ് ഒന്നാം സ്ഥാനം. ഇനി 20ാമത് ഏഷ്യൻ ഗെയിംസിന് വേദിയാവുന്നത് 20ാമത് ഏഷ്യൻ ഗെയിംസ് 2026 വേദിയാകുന്നത് ജപ്പാനാണ് കേട്ടോ. ജപ്പാൻ. അടുത്ത 20ാമത്തെ ഏഷ്യൻ ഗെയിംസ് 2026 വേദിയാകുന്നത് ജപ്പാനാണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ആണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പെരിയാർ ആണ് കേട്ടോ. എത്ര കിലോമീറ്ററാ? 244 ആണ് കേട്ടോ. 244 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 30ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഉത്തര മഹാസമതലമാണ് കേട്ടോ. ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി, ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കർ സമതലം, ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം, ഇതൊക്കെ എന്താണ്? ഉത്തര മഹാസമതലമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി, ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കർ സമതലം, ഇന്ത്യയുടെ ദാനിപുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം, ഇതൊക്കെ എന്താണ്? ഉത്തര മഹാസമതലമാണ് കേട്ടോ. ഉത്തര മഹാസമതലമാണ്. ഇനി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഉത്തര മഹാസമതലം കേട്ടോ. ഇന്ത്യയില് വളരെ കൂടുതൽ ജനസംഖ്യയുള്ള പ്രദേശമാണ്. ഉത്തര മഹാസമതലം. ഇതെന്ത് പേരിൽ അറിയപ്പെടുന്നു? സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നും പേരിൽ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്ന പേരിൽ അറിയപ്പെടുന്ന സമതലമാണ് ഉത്തര മഹാസമതലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 31ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ശാസ്താംകോട്ടയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് പൂക്കോടാണ് കേട്ടോ. പൂക്കോട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും പൂക്കോട് തടാകമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകവും പൂക്കോട് തടാകമാണ് കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിച്ചാൽ അത് വെള്ളായണി കായലാണ് കേട്ടോ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ശുദ്ധജല തടാകം ചോദിച്ചാൽ അത് വെള്ളായണി കായൽ, തിരുവനന്തപുരമാണ് കേട്ടോ. ഇനി 32ാമത്തെ ക്വസ്റ്റ്യൻ. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്ര? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ 9 ആണ് കേട്ടോ. കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലകളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 9 ആണ് കേട്ടോ. 33ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഡെക്കാൻ പീഠഭൂമിയാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ചോദിച്ചാല് അത് ഡെക്കാൻ പീഠഭൂമിയാണ്. ഇനി ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എങ്ങനെയാണ്? ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ചോദിച്ചാൽ അത് ത്രികോണ ആകൃതിയാണ്. ഇനി ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മണ്ണ് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 34ാമത്തെ ക്വസ്റ്റ്യൻ. പ്രസിദ്ധമായ ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പമ്പയാണ്. പ്രസിദ്ധമായിട്ടുള്ള ശബരിഗിരി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? അത് പമ്പ നദിയിലാണ് കേട്ടോ. 35ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കപ്പെടുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ ഏതാണ്? ഓപ്ഷൻ എ സിയാച്ചിൻ, ഓപ്ഷൻ ബി ഇന്ദിരാകോൾ, ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ്, ഓപ്ഷൻ ഡി റാൻ ഓഫ് കച്ച്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഇന്ദിരാ പോയിന്റ് ആണ് കേട്ടോ. ഇന്ത്യയുടെ തെക്കേ അറ്റമായി കണക്കാക്കപ്പെടുന്നത് ഇന്ദിരാ പോയിന്റ് ആണ്. ഇനി ഇന്ത്യയുടെ വടക്കേ അറ്റം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇന്ത്യയുടെ വടക്കേ അറ്റം ഇന്ദിരാ കോൾ ആണ് കേട്ടോ. ഇനി ഇന്ത്യയുടെ കിഴക്കേ അറ്റം ഏതാണ്? ഇന്ത്യയുടെ
കിഴക്കേ അറ്റം ചോദിച്ചാൽ അത് കിബിത്തു ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റം കിബിത്തു ആണ്. ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഏതാണ്? ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റം ഗുഹാർമോത്തി ഗുജറാത്ത് ആണ് കേട്ടോ. ഇനി ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ചോദിച്ചാൽ ഏതാണ്? ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം ചോദിച്ചാൽ ഏതാണ്? അത് കന്യാകുമാരിയാണ് കേട്ടോ, കന്യാകുമാരി. അടുത്ത ക്വസ്റ്റ്യൻ 36ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണെന്ന് വെച്ചാൽ അത് ആലപ്പുഴയാണ് കേട്ടോ. ഇനി ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല ഏതാണ്? ജനസാന്ദ്രത ഏറ്റവും കൂടിയ ജില്ല ചോദിച്ചാല് അത് തിരുവനന്തപുരം ആണ് കേട്ടോ. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ഏതാണ്? ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ ജില്ല ചോദിച്ചാൽ ഏതാണ്? അത് ഇടുക്കിയാണ്. ഇനി ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? അത് മലപ്പുറം ആണ് കേട്ടോ. 37ാമത്തെ ക്വസ്റ്റ്യൻ. നെഹ്റു ട്രോഫി വള്ളംകളി ഏത് കായലിലാണ് നടക്കുന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പുന്നമട കായലാണ് കേട്ടോ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിലാണ്. ഇനി പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ചോദിച്ചാൽ അത് അഷ്ടമുടി കായലാണ്. പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി അഷ്ടമുടി കായൽ. ഇനി ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ഏത് നദിയിലാണ്? അത് പമ്പ നദിയിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി പമ്പ നദിയിലാണ്. മദർ തെരേസ വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? മദർ തെരേസ വള്ളംകളി അത് അച്ചൻകോവിലാറാണ് കേട്ടോ, അച്ചൻകോവിലാറാണ്. ശ്രീനാരായണ ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് കന്നേറ്റി കായലാണ് കേട്ടോ, കന്നേറ്റി കായല്. അടുത്ത ക്വസ്റ്റ്യൻ 38ാമത്തെ ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 941 ആണ് കേട്ടോ. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 941 ആണ്. ഇനി കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 152 ആണ് കേട്ടോ, 152 കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാണ്? അത് 14 ആണ് കേട്ടോ. ഇനി കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം എത്രയാണ്? കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം അത് 78 ആണ് കേട്ടോ, 78. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 39ാമത്തെ ക്വസ്റ്റ്യൻ. കേരള ഹൈക്കോടതിയിലെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഓപ്ഷൻ എ എസ് മണികുമാർ, ഓപ്ഷൻ ബി എസ് വി ഭട്ടി, ഓപ്ഷൻ സി എ ജെ ദേശായി, ഓപ്ഷൻ ഡി ഡി വൈ ചന്ദ്രചൂഡ്. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. അപ്പം നിലവില് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് വെച്ചാൽ അത് നിലവിലെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് വെച്ചാൽ അത് നിതിൻ മധുകർ ജാംദർ ആണ് കേട്ടോ, നിതിൻ മധുകർ ജാംദർ ആണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ. പശ്ചിമഘട്ടത്തിലെ സംരക്ഷിത വനപ്രദേശമായ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി സൈലന്റ് വാലി ആണ് കേട്ടോ, സൈലന്റ് വാലി. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം ചെയ്യുന്ന താലൂക്ക് ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാണ്? അത് മണ്ണാർക്കാട് താലൂക്കാണ്. ഇനി സൈലന്റ് വാലി നദി ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ചോദിച്ചാൽ അത് കുന്തിപ്പുഴയാണ് കേട്ടോ, കുന്തിപ്പുഴയും. ഇനി സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി ചോദിച്ചാൽ ഏതാണ്? സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ കേട്ടോ. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം എന്നാണ്? സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ചോദിച്ചാൽ അത് 1984. ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ് കേട്ടോ. ഇനി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീയതി എന്നാണെന്ന് വെച്ചാൽ അത് 1985 സെപ്റ്റംബർ 7 ഉദ്ഘാടനം ചെയ്തത് രാജീവ് ഗാന്ധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി മേഘാലയയിലാണ് കേട്ടോ. ഇന്ത്യയില് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ്. ചിറാപുഞ്ചിയുടെ പുതിയ പേരെന്താണ്? ചിറാപുഞ്ചിയുടെ പുതിയ പേര് ചോദിച്ചാൽ അത് സൊഹറയാണ് കേട്ടോ, സൊഹറ. ഇനി ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മേഘാലയയാണ് കേട്ടോ. ഖാരോ ഖാസി ജയന്തിയ കുന്നുകൾ കാണപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചാൽ അത് മേഘാലയാണ്. ഇനി 42ാമത്തെ ക്വസ്റ്റ്യൻ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷം? ഓപ്ഷൻ എ 1963, ഓപ്ഷൻ ബി 1953, ഓപ്ഷൻ സി 1973, ഓപ്ഷൻ ഡി 1983. ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് കേട്ടോ, 1973 ആണ് കേട്ടോ. കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടുന്നത് ഏത് വർഷമാണ്? 1973. ആകെ 7 തവണയാണ് കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത് കേട്ടോ. ആകെ 7 തവണയാണ് കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുള്ളത്.
2024-25 സീസണിലെ 78ാമത് സന്തോഷ് ട്രോഫി ജേതാവ് ആരാണെന്ന് വെച്ചാൽ അത് ബംഗാളാണ്. ഫൈനലില് കേരളത്തെയാണ് പരാജയപ്പെടുത്തിയത്. ഇനി വെസ്റ്റ് ബംഗാളിന്റെ 33ാമത് കിരീടമാണ് കേട്ടോ. ഇനി 43ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആര്? 14ാമത്തെയാണ്. അപ്പം ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ജഗദീപ് ധൻഖർ ആണ് കേട്ടോ. ഇന്ത്യയുടെ 14ാമത് ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അത് ജഗദീപ് ധൻഖർ ആയിരുന്നു. ഇനി ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണെന്ന് ചോദിച്ചാൽ അത് CP രാധാകൃഷ്ണനാണ് കേട്ടോ. CP രാധാകൃഷ്ണനാണ് കേട്ടോ. ഇന്ത്യയുടെ 15ാമത് അതായത് നിലവിലെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിൽ നിന്നുള്ള 3ാമത്തെ ഉപരാഷ്ട്രപതിയാണ് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നുള്ള 3ാമത്തെ ഉപരാഷ്ട്രപതി ആരാണെന്ന് വെച്ചാൽ അത് CP രാധാകൃഷ്ണനാണ് കേട്ടോ. ഇനി ഉപരാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ്? ഉപരാഷ്ട്രപതി ആകുന്നതിന് മുമ്പ് അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായി സേവനം അനുഷ്ഠിക്കുകയായിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 44ാമത്തെ ക്വസ്റ്റ്യൻ, ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ലാൻഡർ, ഓപ്ഷൻ ബി റോവർ, ഓപ്ഷൻ സി ഓർബിറ്റർ, ഓപ്ഷൻ ഡി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഓർബിറ്റർ ആണ് കേട്ടോ. ഓർബിറ്റർ. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ചന്ദ്രയാൻ 3 ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ വിക്ഷേപിച്ചവ അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ലാൻഡർ, ഓപ്ഷൻ ബി റോവർ, ഓപ്ഷൻ സി ഓർബിറ്റർ, ഓപ്ഷൻ ഡി പ്രൊപ്പൽഷൻ മൊഡ്യൂൾ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഓർബിറ്റർ ആണ്. എന്നാണ് ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി? ചന്ദ്രയാൻ 3 വിക്ഷേപിക്കപ്പെട്ട തീയതി വെച്ചുള്ളത് 2023 ജൂലൈ 14 കേട്ടോ. 2023 ജൂലൈ 14. ഇനി ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തില് സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്താണ്? അത് 2023 ഓഗസ്റ്റ് 23 കേട്ടോ. ഇനി ചന്ദ്രയാൻ 3 റോവറിന് നൽകിയ പേരെന്താണ്? ചന്ദ്രയാൻ 3 റോവറിന് നൽകിയ പേര് ചോദിച്ചാൽ ഏതാണ്? അത് പ്രഗ്യാൻ ആണ് കേട്ടോ. പ്രഗ്യാൻ. ഇനി ചന്ദ്രയാൻ 3 ലാൻഡറിന് നൽകിയ പേരാണ് വിക്രം. അടുത്ത ക്വസ്റ്റ്യൻ, 45ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ അമൃത ഷേർഗിലിന്റെ ചിത്രം ഏത്? ഓപ്ഷൻ എ ഗ്രാമീണ ചെണ്ടക്കാരൻ, ഓപ്ഷൻ ബി ഭാരത് മാത, ഓപ്ഷൻ സി സതി, ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഗ്രാമീണ ജീവിതമാണ് കേട്ടോ. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണെന്ന് വെച്ചാൽ അത് അബനീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ ആണ്. ഇനി ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി എന്നീ ചിത്രങ്ങൾ വരച്ചത് ആരാണ്? ഗ്രാമീണ ചെണ്ടക്കാരൻ, സതി എന്നീ ചിത്രങ്ങൾ വരച്ചത് അത് നന്ദലാൽ ബോസ് ആണ് കേട്ടോ. ഇനി 46ാമത്തെ ക്വസ്റ്റ്യൻ, ചരക്കു സേവന നികുതി അഥവാ GST എന്നാണ് നിലവിൽ വന്നത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2017 ജൂലൈ 1 കേട്ടോ. ചരക്കു സേവന നികുതി നിലവിൽ വന്നത് 2017 ജൂലൈ 1. 47ാമത്തെ ക്വസ്റ്റ്യൻ, ഗോദാൻ എന്ന കൃതി രചിച്ചത് ആര്? ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി മുഹമ്മദ് ഇക്ബാൽ, ഓപ്ഷൻ സി പ്രേംചന്ദ്, ഓപ്ഷൻ ഡി സുബ്രഹ്മണ്യ ഭാരതി. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി പ്രേംചന്ദ് ആണ് കേട്ടോ. ഗോദാൻ എന്ന കൃതി രചിച്ചത് പ്രേംചന്ദ് ആണ്. ഇനി 48ാമത്തെ ക്വസ്റ്റ്യൻ, ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഏഷ്യ ആണ് കേട്ടോ. ഒളിമ്പിക്സ് ചിഹ്നത്തിലെ മഞ്ഞ വളയം ഏത് ഭൂഖണ്ഡത്തെ സൂചിപ്പിക്കുന്നു? അത് ഏഷ്യ ആണ്. ഇനി കറുപ്പ് വളയം ആഫ്രിക്കയാണ്. ചുവപ്പ് പ്രതിനിധീകരിക്കുന്നത് അത് അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ്. ഇനി പച്ച വളയം സൂചിപ്പിക്കുന്നത് അത് ഓസ്ട്രേലിയ ആണ് കേട്ടോ. ഈ നീലവളയം സൂചിപ്പിക്കുന്നത് യൂറോപ്പ് ആണ് കേട്ടോ. നീലവളയം യൂറോപ്പ്. ഇനി 49ാമത്തെ ക്വസ്റ്റ്യൻ, 50ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം 2021 മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഓപ്ഷൻ എ ഇന്ദ്രൻസ്, ഓപ്ഷൻ ബി രൺവീർ സിംഗ്, ഓപ്ഷൻ സി സൂര്യ, ഓപ്ഷൻ ഡി അല്ലു അർജുൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി അല്ലു അർജുൻ ആണ് കേട്ടോ. ഇപ്പോഴത്തെ ദേശീയ അവാർഡിനെ കുറിച്ച് നമ്മള് മുമ്പത്തെ ക്ലാസ്സിലൊക്കെ ചർച്ച ചെയ്തതാണ് കേട്ടോ. അപ്പം ഇനി 50ാമത്തെ ക്വസ്റ്റ്യൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏത്? ഓപ്ഷൻ എ തുറന്നിട്ട വാതിൽ, ഓപ്ഷൻ ബി കാലം സാക്ഷി, ഓപ്ഷൻ സി വേരുകൾ, ഓപ്ഷൻ ഡി എന്റെ കഥ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കാലം സാക്ഷിയാണ് കേട്ടോ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ ഏതാണ്? അത് കാലം സാക്ഷിയാണ്. ഇനി മറുപടി കിട്ടാത്ത കത്തുകൾ എന്ന പുസ്തകം രചിച്ചതും ഉമ്മൻചാണ്ടിയാണ് കേട്ടോ. മറുപടി കിട്ടാത്ത കത്തുകൾ എന്ന പുസ്തകം രചിച്ചതും ഉമ്മൻചാണ്ടിയാണ്. ഇനി കേരളത്തിന്റെ ഗുൽസാരി, പോരാട്ടത്തിന്റെ ദിനരാത്രങ്ങൾ, ചങ്ങല ഒരുങ്ങുന്നു ഇവയൊക്കെ ഉമ്മൻചാണ്ടിയുടെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് കേട്ടോ.
ഇനി ഉമ്മൻചാണ്ടിയെ കുറിച്ച് പി ടി ചാക്കോ എഴുതിയ ജീവചരിത്രം ഏതാണ്? ഉമ്മൻചാണ്ടിയെ കുറിച്ച് പി ടി ചാക്കോ എഴുതിയ ജീവചരിത്രം ഏതാണെന്ന് വെച്ചാൽ അത് തുറന്നിട്ട വാതിലാണ് കേട്ടോ, തുറന്നിട്ട വാതിൽ. ഇനി നമ്മൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വ്യക്തി ആരായിരിക്കും? അത് വി എസ് അച്യുതാനന്ദനാണ്. വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ട എന്നാണ്, വി എസ് അച്യുതാനന്ദൻ മരണപ്പെട്ട എന്നാണെന്ന് വെച്ചാൽ അത് 2025 ജൂലൈ 21-നാണ് കേട്ടോ. 2025 ജൂലൈ 21-നാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാണെന്ന് വെച്ചാൽ അത് സമരം തന്നെ ജീവിതമാണ് കേട്ടോ. സമരം തന്നെ ജീവിതം എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥയാണ് കേട്ടോ. ഇനി അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളാണ് അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ, അയ്യങ്കാളി മുതൽ പശ്ചിമഘട്ടം വരെ. ഇനി പരിസ്ഥിതിയും വികസനവും, പിന്നെ എന്താണ്, ഇടപെടലുകൾക്ക് അവസാനമില്ല. ഇതൊക്കെ എന്താണ്, അദ്ദേഹത്തിന്റെ കൃതികളാണ് കേട്ടോ. ഇനി വി എസ് അഭിനയിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാമ്പസ് ഡയറി ആണ് കേട്ടോ. വി എസ് അഭിനയിച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്യാമ്പസ് ഡയറി ആണ് കേട്ടോ, ക്യാമ്പസ് ഡയറി. ഇനി 2016 തൊട്ട് 2021 വരെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിട്ടുള്ള വ്യക്തിയാണ് ആരാ? വി എസ് അച്യുതാനന്ദൻ. അടുത്ത ക്വസ്റ്റ്യൻ, 51ാമത്തെ ക്വസ്റ്റ്യൻ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം? ഓപ്ഷൻ എ ഇന്ത്യ, ഓപ്ഷൻ ബി ന്യൂസിലാൻഡ്, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി UAE. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ഇന്ത്യ ആണ് കേട്ടോ. 2023 71ാമത് മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിച്ച ഇവിടെ കുട്ടികളിലൊക്കെ ഞങ്ങൾ സേവ് ആക്കി വെക്കും, കുഴപ്പമുണ്ടോ? ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ ആണ് കേട്ടോ, ഇന്ത്യ. 2025 മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി എവിടെയാണ്? അത് ഹൈദരാബാദ് കേട്ടോ, ഹൈദരാബാദ് ആയിരുന്നു 2025 മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി. 72ാമത് മിസ് വേൾഡ് മത്സരത്തിന്റെ വേദി ഹൈദരാബാദ്, തെലങ്കാനയാണ് കേട്ടോ. ആരായിരുന്നു മിസ് വേൾഡ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്? അത് ഒപാൽ സുജാതയാണ് കേട്ടോ, ഒപാൽ സുജാത. 52ാമത്തെ ക്വസ്റ്റ്യൻ, രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ അനാച്ഛാദനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻ എ ഹൈദരാബാദ്, ഓപ്ഷൻ ബി ഗുജറാത്ത്, ഓപ്ഷൻ സി ബംഗാള്, ഓപ്ഷൻ ഡി ബീഹാർ. ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിരുന്നു കേട്ടോ, 52ാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസലാ. നിലവില് രാജ്യത്തെ ഏറ്റവും ഉയരത്തിലുള്ള രണ്ടാമത്തെ അംബേദ്കർ പ്രതിമയാണ് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. രണ്ടാമത്തെ അംബേദ്കർ പ്രതിമയാണ് ഹൈദരാബാദിൽ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇനി 2004 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് അത് വിജയവാഡ, ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. 2024 ജനുവരിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള അംബേദ്കർ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വിജയവാഡ, ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. 53ാമത്തെ ക്വസ്റ്റ്യൻ, പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നതാ ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ ചവച്ചരയ്ക്കാൻ. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നതാ കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നതാ ചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ. നാലാമത് പറഞ്ഞിരിക്കുന്നത് അഗ്രചർവണകം ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഏതാ? കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ. ഇനി ഉളിപ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. ഉളിപ്പല്ല് എന്താണ്? ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്നു. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. കോമ്പല്ല് ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്നു. ഇനി അഗ്രചർവണകം ആഹാര വസ്തുക്കള് ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു. അഗ്രചർവണകം ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുന്നു കേട്ടോ. ഇനി 54ാമത്തെ ക്വസ്റ്റ്യൻ, ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ആയിട്ട് വരുന്ന ഓപ്ഷൻ സി പയറാണ് കേട്ടോ. ലോല ഏത് വിളയുടെ സങ്കര ഇനമാണ്? അത് പയറാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അപ്പം 55ാമത്തെ ക്വസ്റ്റ്യൻ, അസ്ഥികൾ കനം കുറഞ്ഞു വളയുന്നു, ഇത് ഏത് അപര്യാപ്തത രോഗത്തിന്റെ ലക്ഷണമാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി കണയാണ് കേട്ടോ, റിക്കറ്റ്സ് അഥവാ കണ. ഈ ചോദ്യത്തെ കുറിച്ചുള്ള റിലേറ്റഡ് ഫാക്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. 56ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് കൽക്കരി പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തിരമാല പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. പാരമ്പര്യേതര ഊർജ സ്രോതസ്സാണ്. മൂന്നാമത്തെ പ്രസ്താവന സൂര്യൻ പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി 2 മാത്രമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. തിരമാല പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സാണ് കേട്ടോ. ഇനി പ്രകൃതിയിൽ സ്വാഭാവികമായി
ഉണ്ടാകുന്നതും ഉപയോഗം കൊണ്ട് തീർന്നു പോകാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ എന്താണ്? പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്നതും ഉപയോഗം കൊണ്ട് തീർന്നു പോകാത്തതുമായ ഊർജ്ജ സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകൾ. ഇനി ഉപയോഗിക്കും തോറും തീർന്നു പോകുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് പുനഃസ്ഥാപിക്കാനാവാത്ത ഊർജ്ജ സ്രോതസ്സുകൾ. ഇനി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അത് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ആണവോർജ്ജ ധാതുക്കൾ. ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം, ആണവോർജ്ജ ധാതുക്കൾ. ഇതൊക്കെ എന്താണ്? പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ്. ഇനി പാരമ്പര്യ ഇതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ അത് സൗരോർജം, കാറ്റ്, ഭൗമ താപോർജ്ജം ഇവയൊക്കെ എന്താണ്? പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് കേട്ടോ. 57ാമത്തെ ക്വസ്റ്റ്യൻ, വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിൽ ഏത് ജില്ലയിലാണ്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി മലപ്പുറം ആണ് കേട്ടോ. വനം വകുപ്പിന് കീഴിൽ കടലാമകളെ സംരക്ഷിച്ചു വരുന്ന മുതിയം കടൽ തീരം കേരളത്തിലെ ഏത് ജില്ലയിലാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. ഇനി ഒലീവ് റെഡിലി ഇനത്തിൽപ്പെട്ട കടലാമകളുടെ മുട്ടയിടൽ കേന്ദ്രം എന്ന നിലയിൽ പ്രസിദ്ധമായ കൊളാവി കടൽ തീരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊളാവി കടൽ തീരം സ്ഥിതി ചെയ്യുന്നത് അത് കോഴിക്കോടാണ് കേട്ടോ, കോഴിക്കോട്. 58ാമത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 2023 കേട്ടോ. അന്താരാഷ്ട്ര മില്ലറ്റ് വർഷം ചോദിച്ചാൽ അത് 2023. 2024 എന്താണ്? ഒട്ടക വർഷമാണ്. 2025 എന്താണ്? അന്താരാഷ്ട്ര സഹകരണ വർഷം, ഹിമാനികളുടെ വർഷം. ഇതൊക്കെ ചോദിച്ചാൽ അത് 2025. 59ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഏത്? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആർദ്രം പദ്ധതിയാണ് കേട്ടോ. സംസ്ഥാനത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ചോദിച്ചാൽ അത് ആർദ്രം പദ്ധതിയാണ്. ഇനി 60ാമത്തെ ക്വസ്റ്റ്യൻ, മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജ മാറ്റം എന്ന ആശയം പ്രയോജനപ്പെടുത്തി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ എ വൈദ്യുതോർജം യാന്ത്രികോർജമായി മാറുന്നു. ഓപ്ഷൻ ബി വൈദ്യുതോർജം ശബ്ദോർജമായി മാറുന്നു. ഓപ്ഷൻ സി വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായി മാറുന്നു. ഓപ്ഷൻ ഡി വൈദ്യുതോർജം പ്രകാശോർജമായി മാറുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായി മാറുന്നു കേട്ടോ. അപ്പം മിക്സി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം എങ്ങനെയാണ്? വൈദ്യുതോർജം യാന്ത്രികോർജവും ശബ്ദോർജവുമായിട്ട് മാറുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, 61ാമത്തെ ക്വസ്റ്റ്യൻ, മൈക്രോസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാ? ഓപ്ഷൻ എ കോൺവെക്സ്, ഓപ്ഷൻ ബി കോൺകേവ്, ഓപ്ഷൻ സി സിലിണ്ട്രിക്കൽ ലെൻസ്, ഓപ്ഷൻ ഡി ഡബിൾ കോൺകേവ് ലെൻസ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ്. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ്, ക്യാമറ മുതലായ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ അത് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ. കോൺവെക്സ് ലെൻസ് ആണ്. ഇനി വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണെന്ന് വെച്ചാൽ അത് കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്ന ലെൻസ് ചോദിച്ചാൽ അത് കോൺകേവ് ലെൻസ് ആണ് കേട്ടോ. കോൺകേവ് ലെൻസ്. 62ാമത്തെ ക്വസ്റ്റ്യൻ, ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം, ഓപ്ഷൻ ബി ഊഞ്ഞാലിന്റെ ചലനം, ഓപ്ഷൻ സി മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം, ഓപ്ഷൻ ഡി ജയന്റ് വീലിന്റെ ചലനം. ആൻസർ ആയിട്ട് ഓപ്ഷൻ ഡി ജയന്റ് വീലിന്റെ ചലനമാണ് കേട്ടോ. ദോലന ചലനത്തിന് ഉദാഹരണമല്ലാത്തത് ജയന്റ് വീലിന്റെ ചലനമാണ്. എന്താണ്? ക്ലോക്കിന്റെ പെൻഡുലത്തിന്റെ ചലനം, ഊഞ്ഞാലിന്റെ ചലനം, മീട്ടുമ്പോൾ വീണക്കമ്പിയുടെ ചലനം ഇവയൊക്കെ എന്താണ്? ദോലന ചലനത്തിന് ഉദാഹരണമാണ്. ഇനി ജയന്റ് വീലിന്റെ ചലനം വർത്തുള ചലനത്തിന് ഉദാഹരണമാണ് കേട്ടോ. 63ാമത്തെ ക്വസ്റ്റ്യൻ, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ എ മെന്റലീവിയം, ഓപ്ഷൻ ബി ടൈറ്റാനിയം, ഓപ്ഷൻ സി റുദർഫോർഡിയം, ഓപ്ഷൻ ഡി ക്യൂറിയം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ടൈറ്റാനിയം ആണ് കേട്ടോ. കൂട്ടത്തിൽ പെടാത്തത് ടൈറ്റാനിയം ആണ്. ഇനി ബാക്കി മൂലകങ്ങളൊക്കെ എന്താണ്? ശാസ്ത്രജ്ഞരുടെ പേരിലുള്ള മൂലകങ്ങളാണ് കേട്ടോ. അപ്പം ക്യൂറിയം എന്ന് പറയുന്നത് മേരി ക്യൂറി, പിയറി ക്യൂറി എന്നിവരുടെ സ്മരണാർത്ഥം പേര് നൽകപ്പെട്ട മൂലകങ്ങളാണ് ക്യൂറിയം എന്ന് പറയുന്നത്. ഇനി ദിമിത്രി മെന്റലീവിന്റെ സ്മരണാർത്ഥം പേര് നൽകപ്പെട്ട മൂലകം ചോദിച്ചാൽ അത് മെന്റലീവിയം ആണ് കേട്ടോ. ഇനി ഏണസ്റ്റ് റുദർഫോർഡിന്റെ സ്മരണാർത്ഥം പേര് നൽകപ്പെട്ട മൂലകം ചോദിച്ചാൽ അത് റുദർഫോർഡിയം ആണ്. ഇനി ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്ന് പേര് ലഭിച്ച ഒരു മൂലകമാണ് ടൈറ്റാനിയം എന്ന് പറയുന്നത് കേട്ടോ. ഗ്രീക്ക് പുരാണങ്ങളിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ചോദിച്ചാല്
അത് ടൈറ്റാനിയം ആണ് കേട്ടോ. ആ ഇനി 64-ാമത്തെ ക്വസ്റ്റ്യൻ, ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. ഒന്നാമത്തെ പ്രസ്താവന, കണികകളുടെ ഊർജം കൂടുന്നു. രണ്ടാമത്തെ പ്രസ്താവന, കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. മൂന്നാമത്തെ പ്രസ്താവന, കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. നാലാമത്തെ പ്രസ്താവന, കണികകളുടെ ചലനം കുറയുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ് കേട്ടോ. ഏതൊക്കെയാണ്? ഐസ് ചൂടാകുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് ഏതൊക്കെയാണ്? കണികകളുടെ ഊർജം കൂടുതലായിരിക്കും, കണികളുള്ള അകലം കൂടുന്നു, ഇനി കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ഇനി ഐസ് ഉരുകുമ്പോൾ അതിന്റെ വ്യാപ്തം എന്ത് ചെയ്യുന്നു? ഐസ് ഉരുകുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഐസ് ഉരുകുമ്പോൾ അതിന്റെ വ്യാപ്തം കുറയുന്നു. ഇനി ഐസ് ഉരുകുമ്പോൾ അതിന്റെ സാന്ദ്രത കൂടുന്നു കേട്ടോ. ഐസ് ഉരുകുമ്പോൾ അതിന്റെ സാന്ദ്രത കൂടുന്നു. ഇനി ഐസ് ചൂടാക്കി ജലമാക്കി മാറ്റുമ്പോൾ കണികകളുടെ ചലനം കൂടുകയാണ് ചെയ്യുന്നത്. ഐസ് ചൂടാക്കി ജലമായി മാറുമ്പോൾ കണികകളുടെ ചലനം കൂടുന്നു. ഐസ് ചൂടാക്കി ജലമായി മാറുമ്പോൾ കണികകളുടെ ചലനം കൂടുന്നു. ഇനി 65-ാമത്തെ ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ IT-60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി കൊറിയ, ഓപ്ഷൻ ഡി റഷ്യ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ജപ്പാനിലാണ് കേട്ടോ. ഇനി 66-ാമത്തെ ക്വസ്റ്റ്യൻ, ഇതുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ എ ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ കഴിയും. ഓപ്ഷൻ ബി ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. ഓപ്ഷൻ സി താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓപ്ഷൻ ഡി വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉൾപ്പെടാത്തത്. അപ്പം ഏറ്റവും വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? അത് ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയുന്നു. ഇനി ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി 2024 ജനുവരിയില് ഏറ്റവും പഴക്കമേറിയതും ദൂരെയുള്ളതുമായ തമോഗർത്തങ്ങളെ കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ ടെലസ്കോപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് വെബ് ആണ് കേട്ടോ. ജെയിംസ് വെബ് 2024 ജനുവരിയില് ഏറ്റവും പഴക്കമേറിയതും ദൂരെയുള്ളതുമായ തമോഗർത്തങ്ങളെ കണ്ടെത്തിയ നാസയുടെ ബഹിരാകാശ ടെലസ്കോപ്പ് ആണ് ജെയിംസ് വെബ്. അടുത്ത ക്വസ്റ്റ്യൻ, 67-ാമത്തെ ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ഓപ്ഷൻ എ ക്ഷയം, ഓപ്ഷൻ ബി ചിക്കൻ പോക്സ്, ഓപ്ഷൻ സി എലിപ്പനി, ഓപ്ഷൻ ഡി ഡിഫ്തീരിയ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ചിക്കൻ പോക്സ് ആണ് കേട്ടോ. ചിക്കൻ പോക്സ് ആണ്. എന്താ കാരണം? ബാക്കിയെല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. ചിക്കൻ പോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈറസ് രോഗമാണ് കേട്ടോ. ഇനി 68-ാമത്തെ ക്വസ്റ്റ്യൻ, നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത്? ഓപ്ഷൻ എ വവ്വാലാണ് കേട്ടോ. നിപ്പ വൈറസിന്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏതാണെന്ന് ചോദിച്ചാൽ അത് വവ്വാലാണ് കേട്ടോ. ഇനി കേരളത്തിൽ ആദ്യമായി നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ചോദിച്ചാൽ ഏതാണ്? കേരളത്തിൽ ആദ്യമായി നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ചോദിച്ചാൽ അത് കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോട്. ഇനി 69-ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാ? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ ഡയബറ്റിസ് ഇൻസിപ്പിഡസ്, ഓപ്ഷൻ ബി അക്രോമെഗലി, ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ്, ഓപ്ഷൻ ഡി വാമനത്വം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഡയബറ്റിസ് മെലിറ്റസ് ആണ് കേട്ടോ. ഇൻസുലിന്റെ ഉൽപാദനം നടക്കാത്തത് മൂലമോ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇൻസുലിൻ പ്രവർത്തിക്കാത്തത് മൂലമോ ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡയബറ്റിസ് മെലിറ്റസ് ആണ് കേട്ടോ. ഇനി ശരീര വളർച്ചാ ഘട്ടത്തിൽ സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞ് വളർച്ച മുരടിക്കുന്ന അവസ്ഥ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് വാമനത്വം എന്നറിയപ്പെടുന്നു കേട്ടോ. ശരീര വളർച്ചാ ഘട്ടത്തില് സൊമാറ്റോട്രോപ്പിന്റെ ഉൽപാദനം കുറഞ്ഞ് വളർച്ച മുരടിക്കുന്ന അവസ്ഥയാണ് വാമനത്വം. ഇനി വൃക്കയിലെ ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോണായ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നറിയപ്പെടുന്ന കേട്ടോ. വൃക്കയില് ജലത്തിന്റെ പുനരാഗീരണത്തിന് സഹായിക്കുന്ന ഹോർമോണായ വാസോപ്രസിൻ കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്നറിയപ്പെടുന്നത്. 70-ാമത്തെ ക്വസ്റ്റ്യൻ,
രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ഏതാ? ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ഇരുമ്പാണ് കേട്ടോ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ ഉൽപാദനത്തിന് സഹായിക്കുന്ന മൂലകം ചോദിച്ചാൽ അത് ഇരുമ്പാണ്. അടുത്ത 71ാമത്തെ ക്വസ്റ്റ്യൻ, രക്തസമ്മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് എന്ത്? ഓപ്ഷൻ എ സിഗ്മോമാനോമീറ്റർ, ഓപ്ഷൻ ബി തെർമോമീറ്റർ, ഓപ്ഷൻ സി സ്റ്റെതസ്കോപ്പ്, ഓപ്ഷൻ ഡി ലാക്ടോമീറ്റർ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, സിഗ്മോമാനോമീറ്റർ. ഇനി ഊഷ്മാവ് അളക്കുന്ന ഉപകരണം ചോദിച്ചാൽ ഏതാണ്? ഊഷ്മാവ് അളക്കുന്ന ഉപകരണം ചോദിച്ചാൽ അത് തെർമോമീറ്റർ ആണ് കേട്ടോ. ഇനി ഹൃദയസ്പന്ദനം കണ്ടെത്താനുള്ള ഉപകരണം ഏതാണ്? ഹൃദയസ്പന്ദനം കണ്ടെത്താനുള്ള ഉപകരണം ചോദിച്ചാൽ ഏതാണ്? അത് സ്റ്റെതസ്കോപ്പ് ആണ് കേട്ടോ, സ്റ്റെതസ്കോപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ 72ാമത്തെ ക്വസ്റ്റ്യൻ, രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകുന്ന സാധ്യത ഇല്ലാത്ത അവസ്ഥ. ഓപ്ഷൻ എ അതിറോസ്ക്ലിറോസിസ്, ഓപ്ഷൻ ബി പക്ഷാഘാതം, ഓപ്ഷൻ സി ഹൃദയാഘാതം, ഓപ്ഷൻ ഡി പ്രമേഹം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പ്രമേഹമാണ് കേട്ടോ. രക്തത്തില് കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യത ഇല്ലാത്തൊരു രോഗമാണ് പ്രമേഹം എന്ന് പറയുന്നത്. ഇനി ബാക്കി ഇതൊക്കെ എന്താണ്? ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. ഏതൊക്കെയാണ്? അതിറോസ്ക്ലിറോസിസ്, പക്ഷാഘാതം, ഹൃദയാഘാതം. ഇതൊക്കെ എന്താണ്? രക്തത്തിൽ കൊഴുപ്പിന്റെ അളവ് കൂടിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗങ്ങളാണ്. ഇനി 73ാമത്തെ ക്വസ്റ്റ്യൻ, എയ്ഡ്സ് രോഗത്തിന് കാരണമായ HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ന്യൂട്രോഫില്, ഓപ്ഷൻ ബി മോണോസൈറ്റ്, ഓപ്ഷൻ സി ലിംഫോസൈറ്റ്, ഓപ്ഷൻ ഡി ബേസോഫില്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ലിംഫോസൈറ്റ് ആണ് കേട്ടോ. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന HIV ഏത് രക്തകോശങ്ങളെയാണ് ബാധിക്കുന്നത്? അത് ലിംഫോസൈറ്റ് ആണ്. ഏറ്റവും ചെറിയ ശ്വേതരക്താണു എന്നറിയപ്പെടുന്ന ഏതാണ്? ഏറ്റവും ചെറിയ ശ്വേതരക്താണു എന്നറിയപ്പെടുന്നത് അത് ലിംഫോസൈറ്റ് ആണ് കേട്ടോ. 74ാമത്തെ ക്വസ്റ്റ്യൻ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അയൺ ഫോളിക് ആസിഡ് ഗുളിക വിതരണം ചെയ്യുന്ന സർക്കാർ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ വൈവ്സ്, ഓപ്ഷൻ ബി ഹോപ്പ്, ഓപ്ഷൻ സി നോഡ്, ഓപ്ഷൻ ഡി റീച്ച്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ വൈവ്സ് ആണ് കേട്ടോ. എന്താണ്? വീക്കിലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നാണ് പൂർണ്ണരൂപം. എന്താണ്? വീക്കിലി അയൺ ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ എന്നാണ് പൂർണ്ണരൂപം കേട്ടോ, വൈവ്സിന്റെ പൂർണ്ണരൂപം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 75ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ എ രോഗമിത്ര, ഓപ്ഷൻ ബി സഹേലി, ഓപ്ഷൻ സി സ്പർശ്, ഓപ്ഷൻ ഡി ബാലമിത്ര. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ബാലമിത്രയാണ് കേട്ടോ. കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗ ലക്ഷണങ്ങൾ കണ്ടെത്താൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് ബാലമിത്ര. 76ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഏത് മാർഗത്തിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല? ഓപ്ഷൻ എ ലൈംഗിക ബന്ധത്തിലൂടെ, ഓപ്ഷൻ ബി അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക്, ഓപ്ഷൻ സി കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ, ഓപ്ഷൻ ഡി സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. കൊതുക്, ഈച്ച തുടങ്ങിയ ജീവികളിലൂടെ എയ്ഡ്സ് രോഗം പകരുന്നില്ല. ഇനി ലൈംഗിക ബന്ധത്തിലൂടെ, അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്കും, സിറിഞ്ച്, സൂചി എന്നിവയിലൂടെ എന്താണ്? എയ്ഡ്സ് രോഗം പകരുന്നുണ്ട്. ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ, സിയാച്ചിനിൽ ആദ്യമായി നിയമിതനായ വനിതാ മെഡിക്കൽ ഓഫീസർ ആര്? ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ, ഓപ്ഷൻ ബി ശ്രീജ രാജ, ഓപ്ഷൻ സി ക്യാപ്റ്റൻ ആലിസ് കർ, ഓപ്ഷൻ ഡി വിനയ സിംഗ്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ക്യാപ്റ്റൻ ഗീതിക കൗൾ ആണ് കേട്ടോ. സിയാച്ചിനിൽ ആദ്യമായി നിയമിതയായ വനിതാ മെഡിക്കൽ ഓഫീസർ ആരാണെന്ന് വെച്ചാൽ അത് ഗീതിക കൗൾ ആണ്. ഇനി 2024 നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി ആരാണെന്ന് വെച്ചാൽ അത് അനാമിക ബി ആണ് കേട്ടോ. 2024 നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് എന്ന നേട്ടം സ്വന്തമാക്കിയ മലയാളി ആരാണെന്ന് വെച്ചാൽ അത് അനാമിക ബി രാജീവ് ആണ് കേട്ടോ. ഇനി 78ാമത്തെ ക്വസ്റ്റ്യൻ, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം ഏത്? ഓപ്ഷൻ എ ഡൽഹി, ഓപ്ഷൻ ബി കൊൽക്കത്ത, ഓപ്ഷൻ സി കൊച്ചി, ഓപ്ഷൻ ഡി ചെന്നൈ. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കൊൽക്കത്തയാണ് കേട്ടോ. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരമാണ് കൊൽക്കത്ത. അടുത്ത ക്വസ്റ്റ്യൻ 79ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെ? ഓപ്ഷൻ വായിക്കാം. ഓപ്ഷൻ എ കോഴിക്കോട്, ഓപ്ഷൻ ബി വയനാട്, ഓപ്ഷൻ സി ഓടക്കാലി, ഓപ്ഷൻ ഡി തുടങ്ങനാട്. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി തുടങ്ങനാടാണ് കേട്ടോ. സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് ആരംഭിച്ചത് തുടങ്ങനാടാണ്. ഈ തുടങ്ങനാട് എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ് കേട്ടോ. ഇടുക്കി ജില്ലയിലാണ്.
ഇനി കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സ്പൈസസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? അത് പുറ്റടി ഇടുക്കിയാണ് കേട്ടോ. ഇനി സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് സുഗന്ധ ഭവൻ കൊച്ചിയാണ് കേട്ടോ. സുഗന്ധ ഭവൻ കൊച്ചി. ഇനി കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അത് കോഴിക്കോടാണ്. ഇനി 80-ാമത്തെ ക്വസ്റ്റ്യൻ, ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? ഓപ്ഷൻ എ 18%, ഓപ്ഷൻ ബി 8%, ഓപ്ഷൻ സി 28%, ഓപ്ഷൻ ഡി 38%. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 28% കേട്ടോ. ഓൺലൈൻ ഗെയിമുകൾക്ക് സർക്കാർ ഏർപ്പെടുത്തിയ നികുതി എത്ര ശതമാനമാണ്? 28%. അപ്പൊ നമ്മൾ ഇന്ന് 80 ക്വസ്റ്റ്യൻ 80 ക്വസ്റ്റ്യൻ ബാക്കി മാത്സ് ആണ്.